അതിൽ പറയുന്ന കാര്യങ്ങൾ ഇന്നലെ രാത്രി പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇന്നലെ പകൽ സമയത്തും വൈകിട്ടുമൊക്കെ ഇന്ത്യക്ക് നേരെയുള്ള ഷെല്ലാക്രമണമായിരുന്നു. അതും കശ്മീർ അതിർത്തിയിലെ പൂഞ്ചിലെ സാധാരണക്കാരായ ആളുകൾക്ക് നേരെ എല്ലാ യുദ്ധക്കരാറുകളും ലംഘിച്ചുകൊണ്ട്, എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ അങ്ങനെ ഒരു ഭീരുക്കൾ കാണിക്കുന്ന പ്രവൃത്തി ചെയ്തത്, അല്ലേ? പക്ഷേ അതിനുശേഷം രാത്രി സൈനിക ആക്രമണവും നടത്തി, സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തി. പക്ഷേ അത് ഇന്ത്യയുടെ സംവിധാനങ്ങൾക്ക്, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതായിരുന്നു. അതിന്റെ ചൂട് ഇന്നലെ പാക് മിസൈലുകളും ഡ്രോണുകളും ഏറ്റുവാങ്ങി തകർന്നടിയുകയായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ഇന്ത്യ രാവിലെ, അല്ലേ? പറഞ്ഞോളൂ, അതിന്റെ കൂടുതൽ പാകിസ്ഥാനെതിരെ പ്രതിരോധം, പ്രത്യാക്രമണം വ്യക്തമായി ഇന്ത്യ ചില തെളിവുകൾ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ വെക്കുന്നുണ്ട്. ഞങ്ങൾ ഈ നടത്തുന്ന സൈനിക നടപടികൾ പാകിസ്ഥാൻ നിലവിളിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇരവാദം നടത്തുന്നത് പോലെ ഉള്ള ഒരു സിവിലിയൻ അറ്റാക്ക് ഒന്നുമല്ല. ഇത് കൃത്യമായി ഭീകരരെ ഇല്ലാതാക്കലാണ്. ജെയ്ഷ് മുഹമ്മദിന്റെ അബ്ദുൾ റൌഫ് അടക്കം കൊല്ലപ്പെടുമ്പോൾ ഈ ചിത്രം മുന്നോട്ട് വെക്കുമ്പോൾ പാകിസ്ഥാൻ എന്താണ് ചെയ്യുന്നത്? പാകിസ്ഥാൻ ഈ പറഞ്ഞ വാദങ്ങളെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ടാണ് ഓരോ സൈനിക ബ്രീഫിംഗ് നടത്തുന്നത്. ഇന്ന് വൈകിട്ട് തന്നെ ആ സൈനിക ബ്രീഫിംഗ് നടന്ന സമയത്ത് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചിരുന്നു. ആ ഫോട്ടോയിൽ കൃത്യമായിട്ടുണ്ട് ഇന്നലെ അവിടെ സാധാരണക്കാർ, കുട്ടികൾ, അമ്മമാർ ഒക്കെ മരിച്ചു എന്ന് പാകിസ്ഥാൻ ആർമിയും പാകിസ്ഥാൻ സർക്കാരും പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും ഒക്കെ പറയുമ്പോൾ അവിടെ മരിച്ചത് ആരാണ്? ഭീകരരാണ്. അക്കാര്യത്തിന് തെളിവുകളുമായി ഇന്ത്യ കുറെ ചിത്രങ്ങൾ എടുത്തു കാണിക്കുകയുണ്ടായി. അതിൽ കൃത്യമാണ്, ആ ചോദ്യം കൃത്യമാണ്. അവിടെ സാധാരണക്കാരാണ് മരിച്ചതെങ്കിൽ പാക് പതാക പുതപ്പിച്ച് സൈന്യത്തിന്റെ ഔദ്യോഗിക ബഹുമതികളോടെ എന്തിനാണ് ഖബറടക്കിയത് എന്ന് ഈ ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ പാകിസ്ഥാന് കഴിയുകയില്ല. അവിടെ കൊല്ലപ്പെട്ടത് ഭീകരരാണ്. അവിടുത്തെ ഭീകരർ എന്ന് പറയുന്നത് പാക് സൈന്യത്തിന്റെ കൂടെ ഉള്ളവർ തന്നെയാണ്. പാക് സൈന്യത്തിന് ആ ഭീകരരെ അങ്ങനെ കൈയൊഴിയുവാൻ കഴിയുകയില്ല. അവരെ ഔദ്യോഗിക ബഹുമതികളോടാണ് അവിടെ സംസ്കരിക്കുകയും ചെയ്ത് ആ ചിത്രങ്ങൾ ഇന്ന് ഇന്ത്യ ഉയർത്തിക്കാട്ടിയപ്പോൾ അത് അന്താരാഷ്ട്ര സമൂഹത്തിന് ബോധ്യപ്പെടുന്നതാണ്. ശ്രീ MS വേണുഗോപാൽ, ഇത് മാത്രം മതിയല്ലോ ഇന്ത്യയുടെ തെളിവായി. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണമാണ് ഇന്നലെ രാത്രി കണ്ടത്. ഒരെണ്ണം പോലും ലക്ഷ്യത്തിലെത്തിക്കാൻ പാകിസ്ഥാന് കഴിയുകയുമില്ല. കാരണം ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം അത്രയ്ക്ക് ശക്തമാണ്. S-400 എന്ന് പറയുമ്പോൾ റഷ്യയിൽ നിന്ന് വാങ്ങിയതാണ്. പാകിസ്ഥാന്റെ ചൈനീസ് മിസൈലുകളെയോ ഡ്രോണുകളെയോ പോലെ അല്ല. അപ്പോൾ പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടു. അത് അവിടുത്തെ ഭീകരർക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ അവിടെ നാണം കെട്ട് നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. അത് ഇന്നലെ പാകിസ്ഥാൻ ചെയ്തു, പരാജയപ്പെട്ടു. ഇന്ന് രാവിലെ ഇന്ത്യയുടെ മിസൈലുകളും ഡ്രോണുകളും പറന്നിറങ്ങിയത് എങ്ങോട്ടാണ്? ലാഹോറിലേക്കാണ്. അതെ, പാകിസ്ഥാന് താളം തെറ്റിയിരിക്കുന്നു എന്നാണ് ഒരു മുൻ കേണൽ എന്നോട് ഇന്ന് സംസാരിച്ചത്. കാരണം പാകിസ്ഥാന്റെ കണക്കുകൂട്ടലുകൾ പൂർണ്ണമായും തെറ്റായിരുന്നു എന്ന് അവർക്കിപ്പോൾ ബോധ്യമായി. ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ കണക്ക് കൂട്ടിയിരുന്നോ എന്ന് തന്നെ ഇപ്പോൾ സംശയിക്കേണ്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. പാകിസ്ഥാൻ ഒരുപക്ഷെ പ്രതീക്ഷിച്ചത് നമ്മുടെ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ ഒരു എയർ സ്ട്രൈക്ക് നടത്തിയേക്കാം, അല്ലെങ്കിൽ 1-2 എയർ സ്ട്രൈക്ക് ബോർഡറിൽ നടത്തിയേക്കാം. അത് കഴിഞ്ഞാൽ ഇന്ത്യക്ക് വലിയ ഒരു മുന്നേറ്റത്തിനുള്ള ഒരു സ്റ്റാൻസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് പൂർണ്ണമായും തെറ്റിപ്പോയി. കഴിഞ്ഞ 14 ദിവസം കൊണ്ട് ഇന്ത്യൻ ആർമിയും ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ടീമും അതുപോലെ തന്നെ NSA അടക്കമുള്ള വിഭാഗങ്ങളും നമ്മുടെ പൂർണ്ണമായിട്ടും ഒരു തിരിച്ചടി എന്ന രീതിയിൽ ഒരു പ്ലാനിങ് നമ്മൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. ഈ ഒരു പ്രിപ്പറേഷൻ പാകിസ്ഥാനിൽ നടന്നില്ല എന്ന് മാത്രമല്ല, പാകിസ്ഥാനിൽ നടന്നത് സ്വന്തം ബന്ധുക്കളെയും ഭാര്യയും കുട്ടികളെയൊക്കെ വിദേശത്തെത്തിക്കുന്നതിനാണ് പാകിസ്ഥാൻ മിലിറ്ററി ഓഫീസർമാർ ധൃതി കാണിച്ചുകൊണ്ടിരുന്നത്. ഈ സമയം അവരുടെ കുടുംബത്തെ രക്ഷിക്കാനാണ് കൂടുതൽ സമയം ചിലവഴിച്ചത്. പക്ഷേ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പും ഇന്ത്യയുടെ 3 വിഭാഗങ്ങളും ഇന്ത്യയുടെ സുരക്ഷയ്ക്കായിട്ട് 14 ദിവസം ഉറക്കമുളച്ച് പണിയെടുക്കുകയായിരുന്നു, പ്ലാൻ ചെയ്യുകയായിരുന്നു. അത് ഒന്നൊന്നായി നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പൊ പാകിസ്ഥാനെ അത്രയ്ക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് ഉള്ള കാര്യങ്ങളാണ് ഒരു പക്ഷേ. കാരണം ഇന്ന് വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യ തകർക്കുമ്പോൾ 14 സ്ഥലങ്ങളിൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നഗര കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ടുള്ള അതൊരു ആക്രമണമായിരുന്നു. അപ്പോഴും ഇത് വ്യോമ പ്രതിരോധ സംവിധാനം തകർക്കുമ്പോഴും ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലൊക്കെ പാകിസ്ഥാൻ പറയുന്നത് ഇസ്രയേലിന്റെ ഡ്രോൺ ആണ് ഇന്ത്യ അയച്ചിരിക്കുന്നത് എന്നാണ്. അതായത് ഞങ്ങളെ ആക്രമിക്കുകയാണ്, ഒരു ഇരവാദം കളിച്ചുകൊണ്ട്, ഒരു പ്രഹസനം കളിച്ചുകൊണ്ട്, ഒരു നാടകം നടത്തിക്കൊണ്ട് ലോകത്തിന് മുന്നിൽ ഞങ്ങളിതാ കരയുകയാണ്, ഇന്ത്യയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കൂ എന്നൊരു വശത്ത് പറയുക. അതേ സമയത്ത് ഈ മണിക്കൂറിൽ വരെ ഷെല്ലാക്രമണം ബോർഡറിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വേണുഗോപാൽ, അവിടെ പാകിസ്ഥാൻ നടത്തിയത്
ഒരു ആന മണ്ടത്തരം എന്ന് തന്നെ പറയേണ്ടി വരുമല്ലോ. ഇന്ത്യയുടെ സൈനിക കേന്ദ്രത്തിന് നേരെ ഇത്രയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും സൈനിക ശക്തിയുമുള്ള ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ അത് പരാജയപ്പെടും എന്നുള്ള ബോധ്യം പാകിസ്ഥാൻ ഉള്ളത് തന്നെയാണല്ലോ. ഇന്ത്യ അങ്ങോട്ട് കയറി അടിച്ചതുപോലെയല്ല പാകിസ്ഥാൻ ഇങ്ങോട്ട് കയറി വന്ന് അടിക്കുന്നത്. അവർക്ക് ചെയ്യാവുന്ന ഒറ്റ കാര്യം എന്ന് പറയുന്നത് ഇന്നലെ പകലും വൈകിട്ടുമൊക്കെയായിട്ട് ഷെല്ലാക്രമണം നടത്തി. പക്ഷേ അതിനി പാകിസ്ഥാനെ അനുവദിക്കില്ല എന്ന് അതിർത്തിയിലും തിരിച്ചടിക്കുമെന്ന് ഇന്ത്യ ഇന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ തിരിച്ചടി തുടങ്ങിയിട്ടുമുണ്ട്. അതിർത്തിയിൽ നേർക്കുനേറാണെങ്കിൽ അങ്ങനെ പോരാടാനും തയ്യാറാണ് എന്ന്. പാകിസ്ഥാൻ പ്രതീക്ഷിച്ചത് ഈ 15 കേന്ദ്രങ്ങളിൽ ഒന്നിച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചില നാശനഷ്ടങ്ങൾ വരുത്താൻ കഴിയുമെന്നുള്ളതാണ്. നമ്മൾ ഈ പൊത്തിപ്പിടിച്ച പോലെ നമുക്ക് ഈ 15 കേന്ദ്രങ്ങളിലേക്കും വന്ന മിസൈലുകളെ നമുക്ക് തടുക്കാൻ സാധിച്ചു. ഏതാണ്ട് കാശ്മീർ മുതൽ ഗുജറാത്ത് വരെയുള്ള ലോങ് ഏരിയയിലേക്ക് നമ്മുടെ സുരക്ഷ ഇങ്ങനെ നിർത്താൻ സാധിച്ചു എന്നുള്ളത് പാകിസ്ഥാനെ അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ്. പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയ്ക്ക് ഒരു ലോങ് റേഞ്ച് അറ്റാക്ക് വരുമ്പോൾ അതിലേതെങ്കിലുമൊക്കെ ഫലിക്കുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിച്ചത്. അല്ലെങ്കിൽ അവരൊരിക്കലും അത് നടത്തില്ലായിരുന്നു. കാരണം തോൽക്കാനായിട്ട് ആരും ഇങ്ങനെ ഇറങ്ങില്ലല്ലോ. ഇത് തോൽക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ബോർഡർ കടന്നു പോലും പലതും എത്താൻ കഴിഞ്ഞില്ല. എത്തിയത് തന്നെ വയലിൽ പോയി മിസൈൽ വീഴുന്ന സാഹചര്യം, എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് നാട്ടുകാർ വാട്സാപ്പിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദയനീയ അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ ഇന്നലത്തെ ഒരു കള്ളം പൊളിഞ്ഞിരുന്നു. 5 ഇന്ത്യയുടെ വിമാനങ്ങൾ അടിച്ചിട്ടു എന്നാണ് പാകിസ്ഥാൻ ഇന്നലെ പറഞ്ഞത്. അതിന് ദയനീയമായ രീതിയിലാണ് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയായ ഖ്വാജ ആസിഫ് പഹൽഗാം ആക്രമണത്തിന് ശേഷം സ്ഥിരമായി അന്താരാഷ്ട്ര തലത്തിൽ നാണം കെടുകയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ. അതോടൊപ്പം ഇസ്ലാമാബാദിൽ അപായ സൈറൻ മുഴക്കുന്നു. ഇന്ത്യ ഇത് ആക്രമിക്കുകയാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇസ്ലാമാബാദ് ആണ് എന്ന് അവർ വിശ്വസിക്കുന്നു. കാരണം റാവൽപിണ്ടിയിൽ നമ്മൾ ഇത്ര കുറഞ്ഞ സമയത്തിനകം, അതായത് നമ്മുടെ ഒരു മുഴം മുന്നേറിയുന്നതല്ലേ, ലോക സമൂഹത്തിന് മുന്നിൽ ഒരു മുഴം മുന്നേറിയുന്നു പാകിസ്ഥാൻ. ഞങ്ങൾക്കെതിരെ ഇന്ത്യ ആക്രമണ പരമ്പരയിലേക്ക് നിൽക്കുകയാണ് എന്നുള്ളൊരു അത് ഉണ്ട്. പക്ഷെ അതിനേക്കാൾ റാവൽപിണ്ടിയിൽ നമ്മൾ നടത്തിയ ആക്രമണം, ലാഹോറിൽ നമ്മൾ നടത്തിയ ആക്രമണം, അവരൊരിക്കലും ഇത് എവിടെയാണെന്നാണെന്ന് നമ്മൾ ആലോചിക്കണം. ഇത് അതിർത്തിക്ക് ഇപ്പുറം നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അങ്ങോട്ട് കയറിയല്ല ചെയ്യുന്നത്. അതിർത്തിക്ക് ഇപ്പുറം നിന്ന് നമ്മൾ ഡേ 2 ഇങ്ങനെ ഒരു അറ്റാക്ക് നടത്തുമെന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചേയില്ല. അതുകൊണ്ടാണ് പാകിസ്ഥാന്റെ MP മുൻ റിട്ടയർഡ് മേജർ തരീഖ് ഇക്ബാൽ ഇന്ന് അവരുടെ പാർലമെന്റിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, ഇൻഷാ അല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ടാണ് ദൈവത്തിനെ രക്ഷിക്കാൻ പറഞ്ഞുകൊണ്ടാണ് അത് പറയുന്നത്. ബൈറ്റ് ഇപ്പോൾ ഉണ്ടെങ്കിൽ ആ ബൈറ്റ് ഒന്ന് കേൾക്കാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ആ ബൈറ്റ് പ്ലേ ചെയ്യാം. പാകിസ്ഥാൻ MP കരഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാൻ അസംബ്ലിയിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. 2 കാര്യങ്ങൾ, 2 ബൈറ്റുകൾ പ്രധാനമാണ് ഇന്ന്. ഒന്ന് ഖ്വാജ ആസിഫിന്റേതാണ്. ഖ്വാജ ആസിഫ് നാണം കെടുകയായിരുന്നു. ഖ്വാജ ആസിഫ് പറഞ്ഞത് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം, 5 വിമാനങ്ങൾ വെടിവെച്ചിട്ടുണ്ട് ഇന്ത്യയുടേതെന്ന്. പക്ഷെ അത് സോഷ്യൽ മീഡിയയിൽ കണ്ട ചിത്രമാണ്. അങ്ങനെ പാകിസ്ഥാൻ ഒരു പ്രധാന ഒരു വക്താവിന്, മന്ത്രിക്ക് ഏത് തരത്തിലാണ് ഇത് സോഷ്യൽ മീഡിയയിൽ കണ്ടതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുക എന്ന് തീർച്ചയായും നാണം കെടുന്നു പാകിസ്ഥാൻ ഇത്തരം പ്രസ്താവന. രണ്ട് പ്രസ്താവനകളും, ഒന്ന് ഖ്വാജ ആസിഫിന്റേത്, പിന്നെ പാകിസ്ഥാനിലെ MP-യുടേത്. അത് പാകിസ്ഥാനെ ദൈവം രക്ഷിക്കട്ടെ ഇന്ത്യയിൽ നിന്ന് എന്ന് കരഞ്ഞു പറയുകയാണ് അസംബ്ലിയിൽ. ആ ബൈറ്റുകൾ जब भी गई है तो गोल्ड मेडल लेके आई है एक्सरसाइज में कर, तो इसलिए जनाब स्पीकर ये बात वाजा कर देनी चाहिए, हमारी कौम यकजा है। मैं इन सब से कहूंगा कि मिल के चलो और अपने रब से रजू करो। रब काबा, हम तेरे आगे दरख्वास्त करते हैं, इस मुल्क की हिफाजत फरमाना जो तूने हमें अता किया है, और ये नबी सल्लल्लाहु अलैहि वसल्लम की दुआओं का है। आपने कायदे आजम को इंग्लैंड में मुलाकात की, ख्वाब में आए और उनको कहा कि जाओ वापस और जाके पाकिस्तान का मामला हल करो। आप खान अफकलात को ख्वाब में आके ये हुक्म दिया कि तुमने पाकिस्तान की सरना ये मुल्क बन के रहेगा और तुमने तो ये ऐसा बड़ा मौजज़ा है कि अल्लाह पाक ने ये हमें अता किया है और अल्लाह पाक इस मुल्क की हिफाजत फरमाएंगे। दुनिया में जहां भी देखें शायद हमारी कमी है, हम मजबूर हैं, हम गुनाहगार हैं, लेकिन रब काबा हम तेरे हबीब के उम्मती हैं, खुदा का वास्ता हमसे रहम का भला फरमा। आप चले जाएं, उधर फिलिस्तीन भी चले जाएं, कश्मीर में चले जाएं, जहां भी जाएंगे मुसलमानों के साथ वो ऐसे रो रहा है जो हम सोच भी नहीं सकते हैं। तो तू हमें माफ कर दे, हम तेरे के सर झुकाते हैं, माफी मांगते हैं। नहीं, इसमें दो राय नहीं है मौला कि हम बड़े गुनाहगार हैं,
लेकिन तेरी रहमत बहुत वसी है, तू रहमत का एक जर्रा भी भेजेगा हमारी तरफ तो इंशाल्लाह हमारी कामयाबी होगी। और दुआ करते हैं रब्बे काबा कि इस मुल्क की हिफाजत फरा और हमें दुश्मनों पर जो है वो फकीरत फरा और हमें उनको सनगू करने की ताकत अता फरमा। मैं दुआ गो हूँ आर्म फोर्सेस के लिए, पाकिस्तानियों के लिए कि अल्लाह पाक हम सब की हिफाजत फरमाए और हमें आपस में जोड़ के रखे। You've just brought up the fact that India lost some fighter jets, so let's be quite clear about this. Pakistan claims it shot down 5 Indian Air Force jets and a drone, as I understand it. India says there's no evidence of that, no proof. So can you provide more detail? Hold on. Can you provide more detail? And is this the response that your army spokesman threatened, or is there further action to come? Let's start with this very specific allegation of 5 fighter jets shot down. Where's the evidence for that, sir? It's all over the social media, on Indian social media, not on our social media. The debris of these jets fell into Indian occupied Kashmir, and it's all over Indian media today. You're the defense and they have minister. admitted their media has. The reason to talk to you today, sir, is not to talk about content all over social media. I'm sorry. It's not to talk about content all over social media. I'm asking you very specifically.